നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് യാതൊരു വിലയും തരാതെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? നിങ്ങൾ എത്രയൊക്കെ സ്നേഹം കൊടുത്താലും നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് വെറും അവഗണന മാത്രമാണോ? പലരും എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട്, ഞാൻ അവരെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും അവരെന്നെ വളരെ ക്രൂരമായ രീതിയിൽ ഒഴിവാക്കുന്നു, എനിക്കൊരു വിലയും തരുന്നില്ല എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് കാരണങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളെ മറ്റുള്ളവർ വില വയ്ക്കാത്തതിന് ഒരൊറ്റ കാരണമുള്ളൂ, അത് നിങ്ങൾ അവരെ അതിന് അനുവദിക്കുന്നതുകൊണ്ടാണ്. നമ്മളോട് മറ്റുള്ളവർ മോശമായിട്ട് പെരുമാറുന്നത് നമുക്ക് തടയാൻ കഴിഞ്ഞു എന്ന് വരില്ല, പക്ഷേ ആ പെരുമാറ്റത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മളെ അവഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ വീണ്ടും നിൽക്കണോ അതോ അവിടെ നിന്ന് ഇറങ്ങിപ്പോരണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മളെ ഒരാൾ ആവർത്തിച്ച് അവഗണിക്കുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും അവിടെ നിൽക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ള മെയിനായിട്ടുള്ള കാരണം നമുക്ക് അവരോട് സ്നേഹമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് അവരെ നഷ്ടപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായാലും നമ്മൾ അതിനെ നല്ലതായിട്ട് ചിത്രീകരിക്കാനും അതിനെ ന്യായീകരിച്ച് അവരുടെ കൂടെ നിൽക്കാനും നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. അയാൾക്ക് ജോലി തിരക്കായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം മോശമായതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ ന്യായീകരണങ്ങൾ കണ്ടെത്തി വീണ്ടും അവരുടെ അടുത്തേക്ക് പോകാൻ നോക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളവിടെ നമ്മുടെ ആത്മാഭിമാനമാണ് പണയം വെക്കുന്നത്. അവർ തരുന്ന ഈ അവഗണനയേക്കാൾ മികച്ചതൊന്നും എനിക്കിനി കിട്ടാനില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഈ ഒരു അവഗണന നിങ്ങളൊരു ഫ്രണ്ടിനാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് എന്താണ് പറയുക? നിങ്ങളത് വിട്ടേക്ക്, ഇനി അതിൻ്റെ പുറകെ പോകാൻ നിൽക്കണ്ട എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുന്നില്ല? നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തും. അവരുടെ ജോലി, അവരുടെ സാഹചര്യം, അവരുടെ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്താറുണ്ട്. ചിലർ അതിലും വലിയൊരു വിഡ്ഢിത്തം പറയും, ഞാൻ വളരെ ക്ഷമയുള്ളവനാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിൽക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഒരിക്കലും ക്ഷമയല്ല, നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയാണിത്. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വില തരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് നമ്മൾ തന്നെ വില കൊടുത്തില്ലെങ്കിൽ ഈ ലോകത്ത് മറ്റാരും നമ്മളെ ബഹുമാനിക്കാനോ നമുക്ക് വില തരാനോ റെസ്പെക്ട് തരാനോ നിൽക്കില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് വിയോജിപ്പ് പറയുകയോ അല്ലെങ്കിൽ എതിരായിട്ടൊരു അഭിപ്രായം പറയുകയോ ചെയ്യാതെ എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് തോന്നും ഇവന് ഇത്രയൊക്കെ ഉള്ളൂ, ഇവന് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ അവരുടെ ഉള്ളിൽ തോന്നാനുള്ള സാധ്യത അധികമാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ അവരാ തെറ്റ് തിരുത്താനോ അല്ലെങ്കിൽ അതിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കാനോ ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റ് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടുന്തോറും നിങ്ങളുടെ ആ ഒരു ബന്ധം വഷളാവുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അതിരുകൾ അവർ ലംഘിക്കുന്ന സമയത്ത് നമ്മൾ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടുതൽ ആഴങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ അവസാനം വരുന്ന സമയത്ത് അവർ നിങ്ങളോട് ഒരു വലിയ ചതി ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളെ അത്രയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സഹനശേഷി ഇല്ലാതാവുകയും നിങ്ങൾ ആ ഒരു ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യും. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ ആ ഒരു ബന്ധം വിട്ടു കഴിഞ്ഞും നിങ്ങളുടെ ആത്മാഭിമാനം വീണ്ടും കുറഞ്ഞു വരും. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഞാൻ എന്തിനാണ് ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും നാൾ നിന്നത്? ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്? എന്നെ ഇത്രയും വർഷങ്ങൾ ഞാനൊരു റിലേഷൻഷിപ്പിന് വേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ഈ സ്വയം നിന്നയും കുറ്റപ്പെടുത്തലൊക്കെ കാരണം നിങ്ങളുടെ മനസ്സ് വീണ്ടും നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കും. അയാൾ അത്ര മോശമായിരുന്നില്ല, എനിക്ക് ഇതിലും നല്ലൊരാളെ ഇനി കിട്ടാൻ പോകുന്നില്ല, ഞാൻ എത്ര മോശക്കാരനാണ് എന്ന ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ഇതൊരു വലിയ കെണിയാണ്. ഈ ഒരു കെണിയിൽ വീണ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അവഗണിക്കുന്ന ഒരാളെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷവലയത്തിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ സാധിക്കുക? അതിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ ഒരു ഉൾവിളി വരും. നമ്മളൊരു റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അതിനെ വിശ്വസിക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും എന്തോ എവിടെ ഒരു കുഴപ്പമുണ്ട് എന്നൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ എങ്ങനെയായിരിക്കണം, അവർ നിങ്ങൾക്ക് എങ്ങനെയാണ് ബഹുമാനം തരേണ്ടത്, എങ്ങനെയാണ് അവർ നിങ്ങളെ കാണേണ്ടത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആൾ നിങ്ങൾക്ക് നിങ്ങളെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ബഹുമാനം തരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ വളരെ വില കുറച്ചാണോ അവർ കാണുന്നത് എന്ന് നോക്കുക. ഉത്തരം കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സിഗ്നൽ സത്യമാണ് എന്ന് മനസ്സിലാക്കാം. ഈ ഉൾവിളികൾ ഉണ്ടായാലും മാത്രം പോരാ, അതിനനുസരിച്ച് ആത്മവിശ്വാസത്തോടെ നമുക്ക് അവിടെ എന്താണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പ്രതികരിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും,
പക്ഷേ നമ്മൾ പ്രതികരിക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ഇനി വേണ്ട എന്ന് തോന്നുന്നിടത്ത് നിന്ന് ഇറങ്ങിപ്പോരാനോ നമുക്ക് സാധിക്കാറില്ല. ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കഠിനമായ തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ. ഇപ്പോൾ എടുക്കുന്ന ആ ബുദ്ധിമുട്ടുള്ള തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ നല്ലൊരു ക്വാളിറ്റിയിലേക്ക് എത്തിക്കാൻ മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. നിങ്ങളെ വിലവയ്ക്കാത്ത ഇടങ്ങളിൽ നിന്നും തല ഉയർത്തിപ്പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പഠിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ അങ്ങനെ ഒരാളാണോ? ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്